പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള തിരുവചനം നമ്മൾ ധ്യാനിച്ചാൽ, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ഭാഗം വിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന മരുഭൂമിയിലെ പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങുന്നു. ഈ ജോർദാനിൽ നിന്ന് എങ്ങനെയാണ് ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി മാറിയത്? 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച യേശു, ആ യേശുവിൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നതും ആ പരിശുദ്ധാത്മാവിനാൽ യേശു നിറയപ്പെടുന്നതും നമുക്ക് ജ്ഞാനസ്നാന സമയത്ത്, യേശുവിൻ്റെ ജോർദാൻ നദിയിലെ സ്നാന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യേശുവിനെ ആത്മാവ് നയിക്കുന്നത്, പ്രിയ സഹോദരങ്ങളെ, മരുഭൂമിയിലേക്കാണ്. ഇന്നും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഓരോ മക്കളും നയിക്കപ്പെടുന്നത് ഓരോ മരുഭൂമിയിലേക്കാണ്. മാമോദീസായും സ്ഥൈര്യലേപനവും ഒക്കെ കിട്ടി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത്, ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് ചില കുടുംബങ്ങൾ മരുഭൂമിയാകുന്ന കുടുംബങ്ങളിലേക്കാണ് കടന്നു വരുന്നത്. ആ കുടുംബങ്ങളിൽ പരീക്ഷിക്കുവാൻ, ഈ കുഞ്ഞിനെയോ കുഞ്ഞിൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികളെയോ പരീക്ഷിക്കുവാൻ വേണ്ടി സാത്താൻ ആ കുടുംബങ്ങളിൽ പതിയിരിപ്പുണ്ട്. ഇവിടെ മരുഭൂമിയിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്നു. ആത്മാവാണ് കൊണ്ടുപോയത്, സാത്താനല്ല കൊണ്ടുപോയത്. ആ മരുഭൂമിയിൽ പോയി യേശു 40 ദിവസം ഉപവസിക്കുന്നുണ്ട്. ദൈവവുമായിട്ട്, പിതാവുമായിട്ടുള്ള ഗാഢബന്ധത്തിൽ 40 ദിവസം കഴിയുന്ന യേശുവിൻ്റെ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക. 100% മാനുഷികതയും 100% ദൈവികതയും ഉണ്ടായിരുന്ന ആ യേശുവിലേക്ക് 100% പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ മാനുഷികതയിലേക്ക് നിറഞ്ഞ യേശു ആ മരുഭൂമിയിൽ പിതാവുമായിട്ട് ഒന്നായി മാറുന്നു. പിതാവുമായിട്ട് ഒന്നായി മാറുക എന്ന് പറഞ്ഞാൽ, അത് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിനോട് കൂടെ വസിക്കുക. അങ്ങനെ 40 ദിനരാത്രങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശു പിതാവിനോട് ചേർന്ന് ഉപവസിച്ച് അങ്ങനെ മരുഭൂമിയിൽ കഴിയുന്നു. 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്ന ആ നിമിഷം, ആ മരുഭൂമിയിൽ നിന്ന് സാത്താൻ വന്ന് യേശുവിനെ പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 3 മേഖലകളാണ് പരിശോധിക്കുന്നത്. ഒന്നാമതായി, ആ വിശന്ന തക്കം നോക്കി കല്ലെടുത്തുകൊണ്ട് ചെല്ലുന്നു. നീ ദൈവത്തിൻ്റെ പുത്രനാണ്, ഈ കല്ലുകളെ അപ്പമാക്കാനും പറഞ്ഞു ചെല്ലുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരുന്ന യേശു ഈ കല്ലുകളെ അപ്പമാക്കുവാൻ വേണ്ടി കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ജഡത്തിൻ്റെ ദുരാശയാണ്. ഭക്ഷണം കഴിക്കുക, വിശപ്പകറ്റുക എന്നൊക്കെയുള്ളത് ജഡത്തിൻ്റെ ഒരു ഭാഗമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു ആ സാഹചര്യത്തെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അതിജീവിക്കുന്നു. ജഡത്തിൻ്റെ ദുരാശയെ അതിജീവിച്ച് കാണിക്കുന്നു. 40 ദിവസക്കാലം മരുഭൂമിയിൽ വെള്ളവുമില്ല, ഭക്ഷണവുമില്ലാതെ കൊണ്ട് പിതാവിനോട് ചേർന്ന് നിന്ന യേശുവിൻ്റെ ജീവിതത്തിൽ അവിടെ സഹനങ്ങളുണ്ടാകാം. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. 100% മാനുഷികതയുണ്ടായിരുന്ന യേശുവാണ്. മരുഭൂമിയാണ്, കുടിവെള്ളമില്ല, പകല് ചിലപ്പോൾ ഭയങ്കരമായ ചൂട്, പൊടി, രാത്രി ചിലപ്പോൾ ഒരു പക്ഷേ തണുപ്പായിരിക്കാം.
ചൂടുകാറ്റ്, പൊടിക്കാറ്റ് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് മരുഭൂമിയിൽ 40 ദിവസത്തിന് ശേഷം പിശാചിൻ്റെ പരീക്ഷണം ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയിട്ട് പ്രാർത്ഥനയുടെ ഉന്നതങ്ങളിലേക്ക് കയറ്റിക്കൊണ്ട് നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ താഴേക്ക് ചാടെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ വെല്ലുവിളിക്കുന്ന സാത്താൻ്റെ ഒരു രംഗമുണ്ട്. അത് ജീവിതത്തിൻ്റെ അഹന്തയെ യേശു അവിടെ അതിജീവിച്ച് കാണിക്കുകയാണ്. അവസാനം യേശുവിനെ മലയുടെ മുകളിൽ കയറ്റിക്കൊണ്ടുപോയി ലോകവും ലോകത്തിലുള്ള സകല സുഖഭോഗങ്ങളും ഒരു നിമിഷം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് സാത്താൻ പറയുകയാണ്, ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടിരിക്കുന്നു, ഇതെല്ലാം എൻ്റെയാണ്, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കും, നീ എന്നെ ആരാധിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൽ നിന്നും ആരാധന ആഗ്രഹിക്കുന്ന ഒരു സാത്താനെ നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, യേശു അവിടെയും അതിജീവിച്ചു. കണ്ണിൻ്റെ ദുരാശയെ യേശു അതിജീവിച്ചു. ഈ ലോകത്തിലുള്ള സുഖഭോഗങ്ങൾ സ്വന്തമാക്കുവാനോ അതിനുവേണ്ടി സാത്താൻ്റെ കാലിൽ വീഴുവാനോ ആഗ്രഹിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മെപ്പോലെയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ മറ്റൊരവസ്ഥയിലേക്ക് മാറി എന്നിരിക്കും. കിട്ടുന്നതല്ലേ, സമ്പത്തല്ലേ, എന്നാൽ കാല് പിടിച്ചേക്കാം, ഇത് ദൈവം തരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കാല് പിടിച്ച് മേടിക്കും. എന്നാൽ യേശു ഈ കണ്ണിൻ്റെ ദുരാശയും അതിജീവിച്ചു. പ്രിയ സഹോദരങ്ങളെ, 40 ദിനരാത്രങ്ങൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങളെയും അത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രലോഭനങ്ങളെയും സഹിച്ച് അതിജീവിച്ച് പിതാവായ ദൈവത്തിൻ്റെ സാക്ഷിയായി ക്രിസ്തു ഈ ഭൂമിയിൽ മാനുഷികമായ അവസ്ഥയിൽ നിലനിന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. നമുക്കും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ക്ഷമയോടും സഹനത്തോടും കൂടി കാത്തിരുന്നു കൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപയും അനുഗ്രഹവും ജീവിതത്തിൽ സ്വന്തമാക്കി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമുക്ക് ഓരോരുത്തർക്കും മാറ്റപ്പെടാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുന്ന് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പിശാചിൻ്റെ പരീക്ഷയിൽ കഴിഞ്ഞപ്പോൾ കർത്താവെ, അങ്ങയുടെ ആത്മാവാണല്ലോ ഈ പ്രലോഭനങ്ങളെല്ലാം അതിജീവിക്കുവാൻ ശക്തി കൊടുത്തത്. ഈ ഭൂമിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും, ഈ ലോകത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെല്ലാം ക്ഷമയോടെ അതിജീവിച്ച് ക്രിസ്തുവിന് സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.